ഒന്ന് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ, അവരുടെ കാര്യം. അതിൽ അവർ പൂരിപ്പിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞു. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ. 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ട്, 2002 വോട്ടർ പട്ടികയിൽ പേരില്ല. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, അവർ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുവിൻ്റെ കോളത്തിൽ ഇത് പൂരിപ്പിക്കണം. പക്ഷേ 2-3 പ്രശ്നമുണ്ട്. അതിന് 3 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ. പ്രത്യേകിച്ച് 38 വയസ്സിന് താഴോട്ടുള്ള ആളുകൾക്കായിരിക്കും അത് പ്രശ്നം വരിക. അല്ലാതെയും ഉണ്ട്, പ്രവാസത്തിലോ വേറെ ഏതെങ്കിലും ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് 2002 വോട്ടർ പട്ടികയിൽ പേര് വന്നില്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നം വരാം. 38 വയസ്സിന് താഴോട്ടുള്ള ആളുകൾ ആരും ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അവരെ 3 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. അതിൽ 1987 മുമ്പ് ജനിച്ചവർ, അങ്ങനെ ജനിച്ച ആളുകൾ അവരുടെ ജനനരേഖ കൂടി സമർപ്പിക്കണം. അവരുടെ ഐഡൻറ്റിറ്റി പോലെയും താമസ സ്ഥലവും കൂടാതെ ജനന തീയതി. സാധാരണ വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് ചേർക്കുമ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നമ്മുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ, ആ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ രേഖ, ജനന തീയതി തെളിയിക്കുന്ന രേഖ, പിന്നീട് ഇത്രയാണ് വേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് സാധാരണ വോട്ടർ പട്ടികയിൽ വേണ്ടത്. ഇത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ ഇതെല്ലാം ഉണ്ടാവും, ആധാർ കാർഡ് കൊടുത്താൽ ഇതെല്ലാം ഉണ്ടാവും, അങ്ങനത്തെ രേഖകളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റു പല രേഖകളെയും ആശ്രയിക്കാം. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ കൂടി സമർപ്പിക്കണം എന്നതാണ്. ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഒന്ന്. രണ്ടാമതായിട്ടുള്ളത് SSLC ബുക്കാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ബുക്ക് റിസൾട്ട് വരുന്ന ആ ബുക്കിൽ ജനനസ്ഥലമുണ്ട്. 3 പാസ്പോർട്ട്. ഈ 3 കാര്യങ്ങളിലാണ് ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയുള്ളത്. ഇക്കാര്യങ്ങൾ BLO വരുമ്പോൾ കൊടുക്കേണ്ടതില്ല, പിന്നീട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ, ഡൗട്ട്ഫുൾ വോട്ടറായിട്ട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ മാത്രം സമർപ്പിക്കേണ്ടുന്ന രേഖയാണ്. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കി വെക്കണം. അത് ഡിസംബർ 4-ന് ശേഷമാണ് അത് സംബന്ധിച്ച അന്വേഷണം ഉണ്ടാവുക. അപ്പോൾ 1987 മുമ്പ് ജനിച്ചവരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി 1987 2004 ഡിസംബർ 1 ഇടയിൽ ജനിച്ച ആളുകൾ. ആ കാലഗണനയിൽ ജനിച്ച ആളുകൾ ചെയ്യേണ്ടത്, അവരുടെ ബന്ധുവിൻ്റെ ആരുടെയെങ്കിലും പേര്, ഒരാളുടെ പേര് രേഖപ്പെടുത്തിയാൽ പോരാ, അവർ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് 2002 വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് 2002 വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് പരിശോധിച്ച് ആ ബന്ധുവിൻ്റെ പേര് നേരത്തെ പറഞ്ഞ വലതുവശത്തെ കോളത്തിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ആ ബന്ധുവിൻ്റെ പേര് ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു ജനനരേഖ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിക്ക് പുറമെ, അവരുടെ ഐഡൻറ്റിറ്റി നേരത്തെ സൂചിപ്പിച്ച കണക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ വയസ്സ് തെളിയിക്കുന്ന വിവരങ്ങൾ, കൂടാതെ ജനനസ്ഥലം തെളിയിക്കുന്ന വിവരം കൊടുക്കണം. കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ അടക്കം വേണ്ടിവരും. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മേൽവിലാസവും ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയും കൂടി സമർപ്പിക്കേണ്ടി വരും. 2004-ന് ശേഷം, ഡിസംബർ 1-ന് ശേഷം ജനിച്ച ആളുകൾ, അവർ മാതാപിതാക്കളുടെ 2 പേരുടെയും നേരത്തെ പറഞ്ഞ രേഖകൾക്കൊക്കെ പുറമെ 2 പേരുടെയും ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ അടക്കം സമർപ്പിക്കണം. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ വിദേശത്താണ് ജനിച്ചതെങ്കിൽ അവർ ആ സമയത്ത് വിദേശത്തായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഹാജരാക്കേണ്ടത്. ഇതെല്ലാം ഹിയറിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെയാണ് 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം.